സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മൾ ബോട്ടം ലെയർ സോൾവ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മിഡിൽ ലെയർ സോൾവ് ചെയ്യലാണ്. അതായത് ഈ ലെയർ, ഇതാണ് മിഡിൽ ലെയർ, ഇത് ടോപ്പ്, ഇത് മിഡിൽ ലെയർ. മിഡിൽ ലെയർ സോൾവ് ചെയ്യലാണ്. മിഡിൽ ലെയറിൽ ഇപ്പോൾ ഈ പച്ച ഓൾറെഡി സോൾവ് ആണ്, അതായത് അത് സെൻറ്റർ പീസാണ്, നമ്മളത് ഓൾറെഡി സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഈ പീസുകൾ, ഈ എഡ്ജ് പീസുകൾ മാറ്റലാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, ആ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ ക്യൂബ് ഇങ്ങനെ ഇരിക്കും. താഴത്തെ ലെയർ സോൾഡ് ആണ്, മിഡിൽ ലെയറും സോൾഡ് ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത്. മിഡിൽ ലെയർ സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ടോപ്പ് ലെയർ, അതായത് നമ്മുടെ യെല്ലോ ലെയറിലേക്ക് നോക്കുക. അവിടെ യെല്ലോ ഇല്ലാത്ത ഏതെങ്കിലും സെൻറ്റർ പീസ് ഉണ്ടോ എന്ന് നോക്കുക. സോ നമ്മുടെ കേസിൽ ഇതാണ്. ഇവിടെ ഈ പീസിൽ യെല്ലോ ഉണ്ട്. ഇതാണ് 4 എഡ്ജ് പീസുകൾ. ഇതാണ് 1 2 3 4. സോ 4 എഡ്ജ് പീസിൽ ഇവിടെ യെല്ലോ ഉണ്ട്. ഈ ബാക്കി 3 പീസുകളിലും യെല്ലോ ഇല്ല. ഇവിടെ യെല്ലോ ഇല്ല, ഇവിടെ യെല്ലോ ഇല്ല, ഇവിടെയും യെല്ലോ ഇല്ല. സോ ഈ 3 പീസുകളുമാണ് നമുക്ക് വേണ്ട പീസുകൾ. ഈ 3 പീസുകളെയാണ് നമുക്ക് മിഡിൽ ലെയറിലേക്ക് കൊണ്ടുപോകേണ്ടത്. ഇനി ഏതെങ്കിലും ഒരു പീസ് ഉണ്ടാവും. ആ പീസ് ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ ഓൾറെഡി സോൾഡ് ആയി കഴിഞ്ഞു. ഓറഞ്ച്, ബ്ലൂ, ഇത് ഓൾറെഡി സോൾഡ് ആണ്. സോ ബാക്കി 3 പീസുകൾ മുകളിലുണ്ട്. ഈ 3 പീസുകളെയാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. സോ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് 2 അൽഗോരിതം പഠിക്കുക എന്നുള്ളതാണ്. 2 അൽഗോരിതം ഇതാണ് 2 അൽഗോരിതം. ഇത് ഈ പീസ്, ഇപ്പം നമുക്കിത് പച്ച അറിയാം. പച്ചയുടെ റൈറ്റ് സൈഡിൽ എപ്പോഴും ഈ സൈഡ്, അതായത് ഈ ഭാഗം റൈറ്റ് സൈഡിൽ എപ്പോഴും ഓറഞ്ച് കളറായിരിക്കും. സോ ഇതിൻ്റെ മുകളിലുള്ള കളർ ഓറഞ്ച് ആയിരിക്കും. ഈ പച്ചയുടെ ടോപ്പ് ലെയറിലുള്ള കളർ ഓറഞ്ച് ആയിരിക്കും. ഈ അൽഗോരിതം നമ്മൾ ഓർത്ത് വയ്ക്കുക. ഈ പീസ് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടതെങ്കിൽ, അതായത് യു ആർ പ്രൈം, ഈ അൽഗോരിതം നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു അൽഗോരിതമാണ്. ഇതിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇതാണ് എക്സാമ്പിൾ. ഒരു ബിഗ് ടി നമ്മൾ ആദ്യം ഉണ്ടാക്കണം. സപ്പോസ് ഇതിങ്ങനെ അലൈൻഡ് അല്ല എങ്കിൽ മുകളിലുള്ള ടോപ്പ് ലെയറിലുള്ള യെല്ലോ പീസ് അല്ലാത്ത ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്തിട്ട്, ഇപ്പം ഞാനിവിടെ ഗ്രീൻ സെലക്ട് ചെയ്തിരിക്കുന്നു, ആ പീസ് സെൻറ്റർ പീസുമായിട്ട് അലൈൻ ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ചെറിയ ടീയിൽ നിന്ന് വലിയ ടീയിലേക്ക് മാറി. ഇതിനുശേഷം മുകളിലത്തെ കളർ നോക്കുക. ഇതിപ്പോൾ ഓറഞ്ച് ആണ്. ഈ ഓറഞ്ച് ഇപ്പുറത്തെ സൈഡിലേക്ക്, അതായത് റൈറ്റ് സൈഡിലേക്കാണ് വരേണ്ടത്. സോ അതിന് ചെയ്യേണ്ട അൽഗോരിതമാണ് യു ആർ പ്രൈം. ഇത് ഒരു കേസാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, വീണ്ടും ഇവിടെ ഒരു ഗ്രീൻ കളറുണ്ട്, ഗ്രീൻ ടീ ഉണ്ട്. മുകളിൽ റെഡ് പീസാണ് ഈ തവണ. സോ റെഡ് ലെഫ്റ്റ് സൈഡാണ്. സോ മുകളിലത്തെ പീസിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാനായിട്ട് അതിനും ഒരു അൽഗോരിതം ഉണ്ട്. അതാണ് ഈ അൽഗോരിതം, യു പ്രൈം എൽ. സോ ഈ 2 അൽഗോരിതങ്ങൾ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. ബൈ ഹാർട്ട് ചെയ്തതിന് ശേഷം യു ക്യാൻ പ്രൊസീഡ്. സോ നിങ്ങളിപ്പോൾ അൽഗോരിതം എല്ലാം പഠിച്ചു കഴിഞ്ഞു. 2 കേസുകൾ നമ്മൾ ട്രൈ ചെയ്യുക. ഫസ്റ്റ് ഇപ്പം ഞാൻ ശ്രമിക്കുന്നത് ഈ പച്ച ലെയർ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ പീസ് ഞാൻ സെലക്ട് ചെയ്യാണ്. ഇപ്പോൾ പച്ച ഓറഞ്ച് പീസ് ഇത് ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം വലിയൊരു ടീ ഉണ്ടാക്കി. ഇതിന് ശേഷം നോക്കണം, മുകളിലത്തെ കളർ ഓറഞ്ച് ആണ്. സോ ഓറഞ്ച് എനിക്ക് ഈ സൈഡിൽ, അതായത് റൈറ്റ് സൈഡിലാണ് കൊണ്ടുവരേണ്ടത്. സോ ഇതിന് ഞാൻ ചെയ്യേണ്ട അൽഗോരിതം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, യു ആർ പ്രൈം. ഇപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നമ്മൾ അൽഗോരിതം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബോട്ടം ലെയറിലേക്ക് നോക്കുക. അപ്പോൾ ഇവിടുത്തെ ഒരു വൈറ്റ് പീസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ വൈറ്റ് പീസ് ഇവിടെ ഉണ്ട്. ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇത് വൈറ്റ് ഓൺ ലെഫ്റ്റ് സൈഡാണ്, ഓറഞ്ച് അലൈൻ ചെയ്തു. ഇതിനുശേഷം നമ്മുടെ അൽഗോരിതം ചെയ്യുക, കേസ് 2ൻ്റെ അൽഗോരിതം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പീസ് നമ്മൾ ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്തു. സോ ഈ ഒരു സൈഡ് നമ്മൾ സോൾവ് ആക്കി. ദെൻ ഈ സൈഡ് നോക്കുക. ഈ സൈഡിലും സിമിലർ കേസസ് ആണ്. അടുത്ത കേസിലേക്ക് പോകാം. അടുത്ത കേസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ സൈഡ് ഞാൻ സോൾവ് ചെയ്തു. എനിക്കിനി ഈ സൈഡാണ് സോൾവ് ചെയ്യേണ്ടത്. സോ പച്ച
റെഡ്, പച്ച റെഡ് പീസാണ് എനിക്കിവിടെ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പച്ച റെഡ് നമ്മുടെ ടോപ്പ് ലെയറിൽ ഇവിടെയുണ്ട്. ഇതിനെ ബിഗ് ടി ഉണ്ടാക്കി. ഈ കളറുകളെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ ബിഗ് ടി ഉണ്ടാക്കുക. ബിഗ് ടി ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ അൽഗോരിതം ചെയ്യുക. ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് ഉണ്ടാകാനുള്ള അൽഗോരിതമാണ്. വിച്ച് ഈസ് യു പ്രൈം എൽ പ്രൈം യു പ്രൈം എൽ. വീണ്ടും നമ്മൾ ഒരു വൈറ്റിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. താഴത്തെ ഒരു വൈറ്റ് പീസ് നഷ്ടപ്പെട്ടു. സോ ഈ പീസിനെ തിരിച്ച് കൊണ്ടുവരാൻ നിങ്ങൾക്കറിയാം. വിച്ച് ഈസ് റെഡ് ആണ്. ഇവിടെ റെഡ് അലൈൻ ചെയ്യുന്നു. വൈറ്റ് ഓൺ റൈറ്റ് സൈഡ്, കേസ് 1 ആണ്. ഇത് ചെയ്യുക ആർ യു ആർ പ്രൈം. നോക്കി കഴിഞ്ഞാൽ ഈ സൈഡും അലൈൻഡായി, ഈ സൈഡും അലൈൻഡായി. സോ ഇങ്ങനെ നമ്മൾ ഓരോ സൈഡും, ഇത് ഓൾറെഡി അലൈൻഡ് ആണ്, ഇങ്ങനെ ഓരോ സൈഡും നമുക്ക് അലൈൻ ചെയ്യാൻ സാധിക്കും. എസ്പെഷ്യലി ശ്രദ്ധിക്കേണ്ടത് യെല്ലോ ഇല്ലാത്ത പീസുകളാണ് നോക്കേണ്ടത്. ഇതിപ്പോൾ ഈ പീസ് ഇൻസേർട്ട് ചെയ്യാൻ ലെഫ്റ്റ് സൈഡിലേക്കുള്ളതാണ്. ഡു ദ അൽഗോരിതം. സോ ദാറ്റ്സ് ഓൾ. നമുക്ക് 2 ലെയറും സോൾവ് ചെയ്യാൻ പറ്റി. ഇതുവരെ ഞാൻ പറയാതിരുന്ന ഒരു കാര്യം, അത് ഈ കേസാണ്. ഈ കേസിൽ നിങ്ങൾ നോക്കുമ്പോൾ മുകളിലെല്ലാം യെല്ലോ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ട ഒരു പീസുകളൊന്നും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാനില്ല. ഇതിൽ ഏതെങ്കിലും ഒരു പീസ് അൺസോൾഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ പീസ് നോക്കുക. ഈ പീസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇത് നോട്ട് ഇൻ ദ പ്രോപ്പർ പ്ലേസ്, കറക്റ്റ് പൊസിഷനിലല്ല. സോ ഇത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാവുന്ന അൽഗോരിതങ്ങൾ ഉപയോഗിച്ചിട്ട്, കേസ് 1 കേസ് 2 എന്നുള്ള അൽഗോരിതങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതിനെ പുറത്തേക്ക് എടുക്കുക. അപ്പം ഞാൻ ഇതിനെ പുറത്തേക്ക് എടുക്കാൻ ചെയ്യുന്ന ഒരു അൽഗോരിതം ആർ യു ആർ പ്രൈം എന്നുള്ളതാണ്. ആർ പ്രൈം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും വൈറ്റ് ഇവിടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. സോ വൈറ്റിനെ വീണ്ടും അലൈൻ ചെയ്തു. നമ്മൾ അടുത്ത അൽഗോരിതത്തിലേക്ക് കിടക്കുന്നു. എൽ പ്രൈം യു പ്രൈം എൽ. നോക്കി കഴിഞ്ഞാൽ ആ പീസ് ഈ സൈഡിൽ നിന്ന് പോയി മുകളിലത്തെ ടോപ്പ് ലെയറിലേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. മേക്ക് ദ ബിഗ് ടി, ഡു ദ അൽഗോരിതം യു. സോ അങ്ങനെയാണ് ആ പീസ് സോൾവ് ചെയ്യുന്നത്. ഇത്രയും കേസുകളെ മിഡിൽ ലെയർ കേസിൽ വരാൻ സാധ്യതയുള്ളൂ.